അങ്ങനെ പാലക്കാടിന്റെ കണ്ണു തള്ളിച്ചുകൊണ്ട് മാങ്കൂട്ടം വന്നു. MLA ഓഫീസ് തുറന്നു, ഒപ്പുകളിട്ടു, ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചു. അങ്ങനെ മൊത്തത്തിൽ ബാക്ക് ടു നോർമൽ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പാലക്കാടിനിതാ ഇരട്ടി മധുരം എന്ന നിലയ്ക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി വന്നിരിക്കുകയാണ്. പാലക്കാട് സ്മാർട്ട് സിറ്റിക്ക് ടെൻഡർ എന്ന സന്തോഷ വാർത്തയാണ് വരുന്നത്. കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴിയുടെ ആദ്യ നോഡായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ടെൻഡർ ആയിട്ടുണ്ട്. ദിലീപ് ബിൽകോൺ ലിമിറ്റഡും PSP പ്രൊജക്ട് ലിമിറ്റഡും ചേർന്നുള്ള സംരംഭത്തിനാണ് നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് അനുവദിച്ച 12 വ്യവസായിക ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള നടപടിക്രമം പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടായിരുന്നു. GST ഉൾപ്പെടെയുള്ള 1316.13 കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത്. നിർമ്മാണം ഉടൻ ആരംഭിക്കും. 3600ഓളം കോടി രൂപ ചെലവ് കണക്കാക്കിയ പദ്ധതിയാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി. ഭൂമി ഏറ്റെടുക്കുന്നതിന് 2 വർഷം മുൻപ് തന്നെ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ 1489 കോടി രൂപ ചെലവിട്ടതാണ്. 1450 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. നിലവിൽ കിൻഫ്രയുടെ കൈവശമുള്ള ഭൂമി ഘട്ടം ഘട്ടമായി കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറും. ആദ്യഘട്ടമായി കഴിഞ്ഞ ഡിസംബറിൽ 110 ഏക്കർ ഭൂമിയും മാർച്ചിൽ 220 ഏക്കർ ഭൂമിയും കൈമാറിയപ്പോൾ 2 ഘട്ടമായി കേന്ദ്രം 313.5 കോടി രൂപ നൽകിയിരുന്നു. ചെന്നൈ ബംഗളൂരു വ്യവസായിക ഇടനാഴി കൊച്ചിയിലേക്ക് നീട്ടി കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി നിർമ്മിക്കാൻ 2019 ഓഗസ്റ്റിലാണ് തീരുമാനിച്ചത്. ഇന്നലെയാണ് പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. പൊതുപരിപാടികളിലും പാർട്ടി പരിപാടികളിലും സജീവമാകാതെ ആദ്യ ദിനം കടന്നുപോയെങ്കിലും തുടർ ദിവസങ്ങളിൽ രാഹുലിന്റെ നീക്കം എന്താണെന്ന് പാർട്ടി നേതൃത്വവും CPIM-ഉം BJP-യും ഉറ്റുനോക്കുകയാണ്. പാർട്ടി നടപടിക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മണ്ഡലത്തിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് തുടരുകയാണ്. മണ്ണാർക്കാട് തെങ്കരയിൽ മരിച്ച KPCC സെക്രട്ടറി PJ പൗലോസിന്റെ ശവസംസ്കാര ചടങ്ങിലും രാഹുൽ പങ്കെടുക്കും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഇവിടെ എത്തുന്നുണ്ട്. രാഹുൽ ഇന്നും MLA ഓഫീസിൽ എത്തും. മണ്ഡലത്തിൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തും. ചില വ്യക്തിഗത സന്ദർശനങ്ങളാണ് രാഹുൽ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. MLA-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന 20 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും രാഹുൽ ദർശനം നടത്തും. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സ്വകാര്യ ചടങ്ങുകളിലും രാഹുൽ പങ്കെടുക്കും എന്നാണ് സൂചന.